ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു കുമ്പളങ്ങ കിച്ചടിയുടെ റെസിപ്പി നോക്കിയല്ലോ. ഓണം സീരീസ് ആയിട്ട് നമ്മുടെ അടുത്ത റെസിപ്പിയാണ് കുമ്പളങ്ങ കിച്ചടി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കിച്ചടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ കുമ്പളങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല വിളഞ്ഞ കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലൊരു ഹാഫ് പോർഷനാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് പച്ചമുളകും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കത്തില്ല. അപ്പോൾ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും വേവിച്ചെടുക്കാൻ പാകത്തിന് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുമ്പളങ്ങയിൽ കുറച്ച് വെള്ളം കാണും, അതുകൊണ്ട് ഓവറായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക. അപ്പം ഞാനിവിടെ ചട്ടിയിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. കുക്കറിലാണെങ്കിൽ നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. ഇപ്പോഴത്തെ കുമ്പളങ്ങയൊക്കെ നല്ല പാകത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് കുമ്പളങ്ങ വെന്ത് കിട്ടണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടിയ ശേഷമാണ് നമ്മൾ ഇതിലേക്കുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള അരപ്പ് അരയ്ക്കാനായിട്ട് തേങ്ങ ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കടുകും അതുപോലെ തന്നെ ജീരകവും പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ജീരകപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്ത് നമുക്ക് ഈ കുമ്പളങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി അരപ്പിൻ്റെ റോ ടേസ്റ്റ് നന്നായിട്ട് മാറിക്കിട്ടണം. അരപ്പിൻ്റെ റോ ടേസ്റ്റ് മാറിയില്ലെന്നുണ്ടെങ്കിൽ പച്ചടി എളുപ്പം കേടാകാനും അതിൻ്റെ ടേസ്റ്റ് മാറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ റോ ടേസ്റ്റ് മാറണം. നന്നായിട്ട് റോ ടേസ്റ്റ് മാറിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് തരണം. കുറച്ച് ചൂടാറിയ ശേഷമാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഫോർക്ക് കൊണ്ടോ വിസ്ക് കൊണ്ടോ ഒന്ന് അടിച്ചെടുക്കണം. മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കരുത്, അപ്പോൾ ഓവറായിട്ട് ലൂസായി പോകും. അപ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള മോര് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ചട്ടിയുടെ കുറച്ച് ചൂടാറിയ ശേഷം മാത്രം വേണം തൈര് ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചൂടാറിയ ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാവൂ, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. അപ്പോൾ ചേർത്ത് കൊടുത്ത ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പച്ചടിയുടെ കൺസിസ്റ്റൻസി. ഇത് ഇരിക്കും തോറും കുറച്ചുകൂടെ നല്ല തിക്കായിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കാം. വെളിച്ചെണ്ണയിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും മാത്രമാണ് ചേർത്തിരിക്കുന്നത്, വേറെ ഒന്നും ചേർത്തിട്ടില്ല. താളിച്ചെടുത്തിട്ട് കുറച്ച് നേരം നമുക്ക് അടച്ചു വെക്കാം. കുറച്ച് സമയം നമുക്ക് ഇതുപോലെ അടച്ചു വെക്കണം. അപ്പോൾ ആ ഒരു താളിച്ചതിൻ്റെ ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങും. അപ്പോൾ ഞാനിവിടെ അരമണിക്കൂറിന് ശേഷമാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളങ്ങ കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കുമ്പളങ്ങ കിട്ടുന്ന സമയത്ത് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഇത്തവണത്തെ ഓണസദ്യയിൽ ഇതും കൂടെ ഒന്ന് ഉൾപ്പെടുത്തണേ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുമ്പളങ്ങ കിച്ചടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇരിക്കും തോറും കുറച്ചുകൂടെ നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റെസിപ്പി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.